ഗുഡ് മോർണിംഗ്. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇഫ് എഫ് ഈസ് എ വെക്റ്റർ ഫീൽഡ് ഹാവിംഗ് കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ദെൻ പ്രൂവ് ദാറ്റ് ഡൈവർജൻറ്റ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡൈവർജൻറ്റ് ഓഫ് കേൾ എഫ് 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് എന്ന ആ ഒരു വെക്റ്റർ ഞാൻ എഴുതാൻ പോവാണ്. എഫ് ഇസ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. അപ്പോൾ എഫ് ഈസ് എ വെക്റ്റർ ഫീൽഡ് ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നൊക്കെ ഉണ്ട്. അപ്പോൾ പിയും ക്യൂവും ആറൊക്കെ കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റും ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻറ്റ് ഓഫ് കേൾ എഫ് അല്ലേ നമുക്ക് കാണുന്നത്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള കേൾ എഫ് ആദ്യം കാണും, അതിനുശേഷം ഡൈവേർജൻറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ കേൾ എഫ് ഇസ് ഈക്വൽ ടു, കേൾ എഫിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഡെൽ ക്രോസ് എഫ് ആണ് അല്ലേ. അതായത് ഡെൽ എന്ന് പറഞ്ഞാൽ ഐ ഡോ ബൈ ഡോ എക്സ്, ദറ്റ് ഇസ് ഈക്വൽ ടു ഡെൽ എന്ന് പറഞ്ഞാൽ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ്. ക്രോസ്, ഡെൽ ക്രോസ് എന്നല്ലേ. ഇനി എഫ് എന്താ? പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. കേൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിറ്റർമിനൻ്റ് കാണാം അല്ലേ. ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോ എപ്പോഴും ഐ ജെ കെ. സെക്കൻഡ് റോ എന്താ വരിക? സെക്കൻഡ് റോ ഇവിടുത്തെ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇപ്പോൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇനിയോ പി ക്യു ആർ ആണ് തേർഡ് റോ. അപ്പോൾ പി ക്യു ആർ ഡിറ്റർമിൻ നമുക്ക് ചെയ്യാൻ കഴിയാമല്ലോ. വൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യു ബൈ ഡോ സെഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യു ബൈ ഡോ സെഡ്. ഇനി മൈനസ് ജെ ഇൻറ്റു ജെ ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ, അതായത് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ്. അപ്പം ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു കെ ഉൾപ്പെടുന്ന റോയും അതേപോലെ തന്നെ കോൾ ഒഴിവാക്കുക. അപ്പോൾ കെ ഇൻറ്റു ഡോ ക്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. സോ കെ ഇൻറ്റു ഡോ ക്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ ക്യു ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ, ഡോ പി ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേൾ എഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡൈവേർജൻറ്റ് ഓഫ് കേൾ എഫ് കാണാം. ദർഫോർ ഡൈവേർജൻറ്റ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു, ഡൈവേർജൻറ്റ് മീൻസ് ഡെൽ ഡോട്ട് ആണ് അല്ലേ. അപ്പോൾ ഡെൽ ഡോട്ട് കേൾ എഫ്, ഡെൽ എന്ന് പറഞ്ഞാൽ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് ഡോട്ട് നമുക്ക് എന്ത് വേണം? കേൾ എഫിൻ്റെ ഐ ജെ കെ കമ്പോണൻസ് കൊടുക്കണം. നമുക്കിപ്പോൾ ഇവിടെ കേൾ എഫ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡോ ബൈ ഡോ എക്സ്
പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് ഡോട്ട്. ഇനി കേൾ എഫ് കൊടുക്കാം. കേൾ എഫ് എന്തായിരുന്നു? കേൾ എഫ് എന്നത് ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ആണ് ഒന്നാമത്തെ കമ്പോണൻറ്റ്. അപ്പം ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് മൈനസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡോ പി ബൈ ഡോ വൈ ഡോ പി ബൈ ഡോ വൈ എന്നാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഐയുടെ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ തന്നെ കെയുടെ കമ്പോണൻറ്റ് തമ്മിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, അപ്പോൾ ഈ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു എന്ത് ചെയ്യണം? ഡോ ആർ ബൈ ഡോ വൈ, അതായത് ഐത്ത് കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഐത്ത് കമ്പോണൻറ്റ് ഡോ ആർ ബൈ ഡോ വൈ എല്ലാം ഈ ബ്രാക്കറ്റ് മുഴുവനും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത്, അതായത് ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ്. അപ്പം ഐത്ത് കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഐത്ത് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആണ് ഫസ്റ്റ് ഐത്ത് കമ്പോണൻറ്റ്. ഇവിടെ ഐത്ത് കമ്പോണൻറ്റ് ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ് ആണ്. അപ്പോൾ അത് രണ്ടിലും മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഇനി ബ്രാക്കറ്റുള്ളതാണ്, അതായത് ഡോ ആർ ബൈ ഡോ വൈ മൈനസ് ഡോ ക്യൂ ബൈ ഡോ സെഡ്. ഇനി നോക്കൂ, ജെത്ത് കമ്പോണൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ജെത്ത് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോ ബൈ ഡോ വൈ ആണ്. ഇവിടെ ജെത്ത് കമ്പോണൻറ്റ് എന്താ? നമുക്ക് എപ്പോഴും ഈ മൈനസ് മറന്നു പോകാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് മൈനസ് മറന്നു പോകരുത്. ഇവിടെ ജെത്ത് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റുള്ളതാണ്. അപ്പോൾ നമുക്കിത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവും ഇവിടെ ഒരു നെഗറ്റീവും, അപ്പോൾ നെഗറ്റീവാണ് വരിക. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു എന്ത് വരും? ഡോ ബൈ ഡോ വൈ ഇൻറ്റു നമ്മുടെ ഈ ബ്രാക്കറ്റുള്ളത് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ്. സോ ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് ഡോ പി ബൈ ഡോ സെഡ് പ്ലസ് ഇത് കേത്ത് കമ്പോണൻ്റാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. കേത്ത് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡോ ബൈ ഡോ സെഡ് ഉണ്ട്, ഇവിടെ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈയും ഉണ്ട്. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡൈവേർജൻറ്റ് ഓഫ് കേൾ എഫ് കിട്ടിയത്. ഇത് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ആർ ബൈ ഡോ വൈ, അതെന്താ വരിക? ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് വരും. അപ്പോൾ അടുത്തതിൽ സ്റ്റെപ്പിൽ ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈ മൈനസ് നോക്കൂ, ഇനി എന്താ ചെയ്യേണ്ടത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ക്യൂ ബൈ ഡോ സെഡ്, അതായത് ഡോ സ്ക്വയർ ക്യൂ ബൈ താഴെ എന്തൊക്കെയാണുള്ളത്? ഡോ എക്സും ഡോ സെഡും. അപ്പോൾ ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സും പിന്നെ എന്തായിരുന്നു? ഡോ സെഡ്. ഇനി മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ്, അതെന്താ വരിക? മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ എക്സ് മൈനസ് ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ എക്സ് ഇനി നോക്കൂ, മൈനസും ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതെന്താവും? പ്ലസ് ആയി. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഡോ സെഡ് എന്ന് വരും അല്ലേ? അപ്പോൾ അവിടെ പ്ലസ് ആയി. ഡോ സ്ക്വയർ പി ബൈ
ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഡോ സെഡ്, ഡോ വൈ ഡോ സെഡ്. ഇനിയോ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ ക്യൂ ബൈ ഡോ എക്സ്. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഡോ എക്സ്. അപ്പോൾ ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഡോ എക്സ്, ഡോ സെഡ് ഡോ എക്സ്. ഇനിയോ ഇനി മൈനസ് ആണ് വരിക അല്ലേ, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് ഡോ പി ബൈ ഡോ എന്ന, അതായത് ഡോ സ്ക്വയർ പി ബൈ താഴെ എന്താ ഡോ സെഡ് ഡോ വൈ, ഡോ സെഡ് ഡോ വൈ. ഇനി നോക്കൂ, നമുക്ക് ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈയും അതേപോലെ ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ എക്സും സെയിം ആണ്. നമ്മൾ സെക്കൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവിന് പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡോ സ്ക്വയർ ആർ ബൈ ഡോ എക്സ് ഡോ വൈയും ഡോ സ്ക്വയർ ആർ ബൈ ഡോ വൈ ഡോ എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഡോ സെഡും അതേപോലെ ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഡോ എക്സും, അത് രണ്ടും സെയിം ആണ്. ഓക്കെ, ക്യൂവിനെ എക്സിലും, അതായത് ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ എക്സ് ഡോ സെഡ് എന്നത് ആരോട് ഈക്വലാണ്, ഡോ സ്ക്വയർ ക്യൂ ബൈ ഡോ സെഡ് ഡോ എക്സ്. അത് ഏത് രൂപത്തിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഡോ സ്ക്വയർ പി ബൈ ഡോ വൈ ഡോ സെഡും ഡോ സ്ക്വയർ പി ബൈ ഡോ സെഡ് ഡോ വൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണ്, അപ്പോൾ ക്യാൻസൽ ചെയ്യാം, രണ്ടും ഈക്വൽ ആണ്. സോ ഇതെല്ലാം ക്യാൻസൽ ചെയ്താൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക, ഈക്വൽ ടു 0 എന്ന് വരും. സോ ഡൈവേർജൻറ്റ് ഓഫ് കേൾ എഫ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, താങ്ക് യു.